ധനുസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/25 ഈ വർഷം നടന്ന വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻസിൽ ആൻസറിലേക്കും പോവാം. ഫസ്റ്റ് വൺ, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജാ കേശവദാസൻ. രാജാ കേശവദാസനാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. 1909 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് 1909 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? സൺ യാറ്റ്സൻ. സൺ യാറ്റ്സൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1951 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം സ്വീഡൻ. സ്വീഡനാണ് നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം. മൗസിൻഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ്? മൗസിൻഡ്രാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം കാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. കാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളവയിൽ ശരിയായ പരാമർശം ഏതാണ്? ശരിയായവ. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ വായിക്കാം. ഇന്ത്യയിലെ ആദ്യ തുണിമിൽ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമിൽ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരുവാൻ കാരണമായി. എല്ലാ ഓപ്ഷൻസും ശരിയായിരുന്നു. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. ആൻസർ കബനി, ഭവാനി, പാമ്പാർ. ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വലുത് കബനി, ദെൻ ഭവാനി, പാമ്പാർ. തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ മാത്രം വായിക്കാം. 2ഉം 4ഉം. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. ഒന്നുകൂടി, ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അടുത്തത്, നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരമാണ് സമുദ്രജല പ്രവാഹം. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിൻ്റെ സഞ്ചാരം ആണ് സമുദ്രജല പ്രവാഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ഓസോൺ, മീഥെയ്ൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഇതിൽ
ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ആൻസർ നൈട്രജൻ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏതെല്ലാമാണ്? ശരിയായത് എല്ലാ ഓപ്ഷൻ ശരിയാണ്. ശരിയായ വായിക്കാം. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് പറയുമ്പോൾ റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനിൽ ബന്ധിപ്പിക്കുന്നു. റീസി ജില്ലയിലെ ബാക്കൽ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബരാമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിൻ്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്ക് ആയിരുന്നു. ഇതെല്ലാം ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളാണ്. അടുത്തതിലേക്ക് വേഗം പോകാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണ പിതാവ്. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യയാണ്. ദേശീയ വരുമാനം ബൈ ആകെ ജനസംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നതിൽ ശരി ഏതൊക്കെയാണ്? എല്ലാം ശരിയാണെന്നാണ് ഓപ്ഷൻ. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം. ഒന്നുകൂടി, വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി നബാർഡിൻ്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി ഗ്രാമീണ ചെറുകിട വ്യവസായം മാത്രം. നെക്സ്റ്റ് വൺ, യോഗം ക്ഷേമം വഹ്യാമഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? യോഗ ക്ഷേമം വഹാമുഹ്യം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യം ആകുന്നു? LICയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമുഹ്യം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പെടാത്തവ, ഇത് 4 പെടാത്തവ തന്നെയാണ്. അടുത്തതിലേക്ക് പോകാം. നമുക്ക് ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 27ാം വകുപ്പ് സി ആണ്. ആൻസർ മാത്രം നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഭരണഘടന 27ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 27 മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടന 18ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് 18. ഭരണഘടനയുടെ 13ാം വകുപ്പ് കോടതിയുടെ പുനരവലോകന അധികാരം. ഭരണഘടന 226ാം വകുപ്പ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ഒന്നുകൂടി, 27ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 18 എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്നു. 13 കോടതിയുടെ പുനരവലോകന അധികാരം. 13 226 എന്ന് പറയുമ്പോൾ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ്. നെക്സ്റ്റ്, ധനകാര്യ കമ്മീഷൻ ഏത് വകുപ്പാണ്? ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280.
ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324. വകുപ്പ് 324. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148. വകുപ്പ് 148. അറ്റോർണി ജനറൽ വകുപ്പ് 76. ഒന്നുകൂടി, ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ 324, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 148, അറ്റോർണി ജനറൽ 76. നെക്സ്റ്റ്, ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത്. അമൃത് ഓപ്പറേഷൻ അമൃത്, അമിത ഉപയോഗം തടയുക ആൻറ്റിബയോട്ടിക്സിൻ്റെ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക അദാലത്തുകൾ തീർപ്പാക്കുന്ന കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻസിലേക്ക് വേഗം പോകാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ഇവിടെ ആരാണ്? ആയിട്ടില്ലാത്ത ഒരു വ്യക്തി ഇവിടെ ഡോക്ടർ സിറിയക് തോമസ് ആണ്. അടുത്തത്, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP, ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാൻ ആണ്? FPTP സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, MLA, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനാണ് FPTP സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരള തിരഞ്ഞെടുപ്പ് പ്രസ്ഥാനവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ഒന്നാമത് തെറ്റാണ്. ശരിയായി വായിച്ചു തരാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കേരള ഗവർണർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് കേരള ഗവർണർ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. ഇനി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? പെടാത്തത് ആൻസർ നാലാമത്തതാണ്, ഓപ്ഷൻ ഡി ആൻസർ. ബാക്കി ശരിയായി വായിക്കാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവയാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികൾ ആക്കുക, സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് വൺ, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. അടുത്തത്, ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? എറിത്രോപോയറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ്
ഇതിൽ ഏതാണ്? GLUT4, GLUT4, GLUT4. നെക്സ്റ്റ്, ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ. അടുത്തത്, ഓപ്പറേഷൻ അമൃത് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത ഉപയോഗം തടയൽ. നെക്സ്റ്റ്, 2012 കേരള സർക്കാർ തിരഞ്ഞെടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. kWh കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിൻ്റെ യൂണിറ്റ് ആണ്? കിലോവാട്ട് അവർ എന്നത് ഊർജത്തിൻ്റെ ഭൗതിക യൂണിറ്റ്. കിലോവാട്ട് അവർ എന്നത് ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ്. കിലോവാട്ട് അവർ ഊർജത്തിൻ്റെ യൂണിറ്റ്. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിൻ്റെ പേരെന്താണ്? സ്പാഡെക്സ് മിഷൻ. റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വികസന പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം എന്തായിരുന്നു? റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം എന്തായിരുന്നു? ആൻസർ അതിൻ്റെ ഓപ്ഷൻ ബി ആണ്. ശരിയായ വായിച്ചു തരാം. ശരിയായതൊക്കെ എന്തൊക്കെയായിരിക്കുന്നു? സ്വർണ്ണത്തകിടുകളിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ആൽഫ കണങ്ങളുടെ ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. ഇത് റുദർഫോർഡിൻ്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ നിരീക്ഷണങ്ങൾ ശരിയായവയൊക്കെയാണ്. സ്വർണ്ണത്തകിടിലൂടെ മിക്ക കണങ്ങളും ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ആൽഫ കണങ്ങളുടെ ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. വളരെ കുറച്ച് കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം ഏതാണ്? അൺബൈനിലിയം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ ഉപലോഹം അല്ലാത്തത് ഏതാണ്? മഗ്നീഷ്യം. തന്നിരിക്കുന്നവയിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെയാണ്? ആൻസർ 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന: പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്തു നിന്നും ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഏതാണ്? ഗായത്രി സ്പിവാക്. തന്നിരിക്കുന്നവയിൽ ഉദ്ദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ശരിയായത് പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. രണ്ടാമത്തതാണ് ശരിയായവ. വായിച്ചു തരാം. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികളാണ്. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡ ശാസ്ത്രികൾ ആണ്. തന്നിരിക്കുന്നവയിൽ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി ഇരുന്ന
എം എസ് ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന ഒന്ന് ശരി, രണ്ട് തെറ്റാണ്. ഒന്ന് ശരിയായി നമുക്ക് വായിച്ചു നോക്കാം. ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് MS ധോണി. ഒന്നുകൂടി, ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റനാണ് MS ധോണി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, രണ്ടും ശരിയാണ്. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി എക്സ്റ്റിങ്വിഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? ഒരു അഗ്നിശമനി എക്സ്റ്റിങ്വിഷർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണ്? പാസ്, PASS എന്നാണ് പറയുക. നെക്സ്റ്റ്, ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന കെമിക്കൽ, ഈഥൈൽ മെർക്യാപ്റ്റൻ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് ഡി ഫയർ ആണ് ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ. താഴെ പറയുന്നവയിൽ വായുസമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗം ഏതാണ്? ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോദറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലനപരിധി ഉള്ളത് ഏതിനാണ്? അസറ്റിലീൻ. ജ്വലനപരിധി ഉയർന്നത് ആർക്കാണ്? അസറ്റിലീൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏതാണ്? ബോയിൽസ് നിയമം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീതമായിരിക്കും. ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകരൂപത്തിലാകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്പതനം, സബ്ലിമേഷൻ. ഒരു വസ്തു ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകരൂപത്തിലേക്ക് മാറുന്നതാണ് ഉത്പതനം, സബ്ലിമേഷൻ. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത് ഏതാണ്? FM 500. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രെഡറിക് എസ് മാർക്ക്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസസിറ്റേഷനാണ് 6 വരുന്നത്. കാർഡിയോ പൾമണറി റെസസിറ്റേഷനാണ് CPR കൊടുക്കുക. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏതാണ്? ടൂർണിക്കൈ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ എന്താണ്? ടൂർണിക്കൈ.
നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ട്രയേജ് ആണ്. അങ്ങനെ ആളുകളെ വിളിക്കുന്ന പേര് ട്രയേജ് ആണ്. നെക്സ്റ്റ്, AED ഏതവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. സ്പ്ലിൻ്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. വിവരസാങ്കേതിക നിയമം 2000. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം 2000 നിലവിൽ വന്നു. സാമ്പത്തിക കുറ്റത്തിനോ മറ്റ് ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരെന്താണ്? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ഉദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. സൈബർ ക്രിമിനൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ശരിയായ പദം ഏതാണ്? ആച്ഛാദനം. ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്നർത്ഥം വരാത്ത പദം ഏതാണ്? അശ്മകമാണ്. ബാക്കി അർവാവ്, കിങ്കരം, സപ്തമി എന്നിവ കുതിര എന്നർത്ഥം വരുന്നവയാണ്. ചുവപ്പ് എന്നതിന് സമാനമായ പദം ഏതാണ്? ശ്വേതം വെള്ളയാണ് അല്ലേ? ഓക്കെ, അത് പോട്ടെ. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങൾ. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. 83. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് ഏതൊക്കെ? താമസം നാനാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം എന്നിവയുണ്ട്. എതിർലിംഗം എഴുതുക. വിധവയ്ക്ക് എതിർലിംഗം എഴുതുക. വിധുരൻ എന്നാണ്. വിധുരൻ. അഞ്ചന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി? ആൻസർ ഓപ്ഷൻ ഡി. കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. കാപ്പുകെട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഒരുങ്ങുക. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ആൻസർ അതിൻ്റെത് ദാരിദ്ര്യത്തിൽ. രണ്ടാമത്തെ മുതൽ ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുള്ളൂ. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ട് കരകയറാൻ കഴിയുള്ളൂ. അത് ആലോചിച്ചെഴുതാം. നെക്സ്റ്റ് ഇംഗ്ലീഷിൻ്റെ ആണ്. അതൊന്നുകൂടി നോക്കാം. അസൈലൻറ്റ് ഡാഷ് several places before being apprehended by the police. Answer called at. Fill in the blanks with the phrasal verb ആണ് called at. The assailant called at several places before being apprehended by the police. I would rather you dash indoors. Didn't smoke. I would rather didn't smoke indoors. The word deposition in legal content. അതിൻ്റെ അണ്ടർലൈൻഡ് ക്ലോസസ്റ്റ് മീനിങ് ഇൻ അണ്ടർലൈൻഡ് വേർഡ്. ഡെപ്പോസിഷൻ്റെ അടുത്ത ബന്ധമുള്ള അടുത്ത മീനിങ് ഉള്ള വാക്ക് ഇവിടെ ഏതാണ്? ഡെപ്പോസിഷൻ്റെ അടുത്ത ബന്ധമുള്ള വാക്ക് വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഔട്ട്സൈഡ് ഇൻ ദ കോർട്ട്. ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മീനിങ് ഉള്ള വാക്കിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് മീനിങ് വരുന്നത് വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ടേക്കൺ ഔട്ട്സൈഡ് ദി കോർട്ട് എന്നാണ്. ഐ വിൽ ഫിനിഷ് ദ ടാസ്ക് ഇൻ നോ ടൈം. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് ഐ. ഐ വിൽ ഫിനിഷ്. വോണ്ട് ഐ.
The defense counsel was prevented dash submitting additional evidence dash the trial. From during from submitting additional evidence during the trial. One word substitute of the killing of women and girls because of their gender. Killing of women and girls because of their gender. Femicide. Complete combination using option. Boar, sow, gander എന്ത് വരും? Boar, sow, gander എന്ത് വരും? Goose. Goose. Who is organizing the charity event for the next week? Turn into passive voice. Who is organizing the charity event for the next week? Passive voiceലേക്ക് ആക്കുമ്പോൾ by whom is the charity event being organized for the next week? The discussion always ended in disagreement. Antonym disagreement antonym opposite word ആണ് എഴുതേണ്ടത്. കൺസണൻസ് ആണ് ആൻസറായി വരിക. Even though I was a beginner in this field, there had been many friends to show me the ropes. ആൻസർ ഓപ്ഷൻ ബി ആണ്. അതിൻ്റെ അണ്ടർലൈൻഡ് ഇഡിയത്തിൻ്റെ മീനിങ് വേണ്ടത്. അതായത് ടു ഷോ മീ ദ റോപ്സ് ഇതിൻ്റെ മീനിങ് എന്താണ്? ആൻസർ ടു ടീച്ച് ഓർ ഗൈഡ് someone especially in a new job. Okay. Thank you for watching.